ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനായി നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി വാട്ടറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു വാട്ടർ കുടിക്കുന്നതിലൂടെ പ്രമേഹമുള്ളവരുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറച്ചുകൊണ്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ചിലർക്ക് ഷുഗർ കൺട്രോൾ ആകാത്തത് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കാരണമായിരിക്കാം. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും ഹോം റെമഡീസ് എല്ലാം ട്രൈ ചെയ്തിട്ടും ഷുഗർ കുറയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയുന്നില്ല, തടി ഒട്ടും കുറയുന്നില്ല എന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കുറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും കുറയ്ക്കാൻ സാധിക്കും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബ്ലഡ് ഷുഗർ തനിയെ കുറയും. ശരീരത്തിലുണ്ടാകുന്ന വേദന, നീര്, നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാലുകളിലെ വേദന ഇതെല്ലാം കുറയ്ക്കാനും ഇതുപോലൊരു നാച്ചുറൽ റെമഡി തയ്യാറാക്കി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസായ നെഞ്ചിരിച്ചിൽ, ഗ്യാസ്, അസിഡിറ്റി എന്നിവയൊക്കെ കുറയ്ക്കാനും ഇതുപോലൊരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡി തയ്യാറാക്കി കുടിച്ചാൽ മതി. ഇതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു റെമഡി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ ആഗിരണം സെൽസിലേക്ക് കൃത്യമായി നടക്കാൻ ഇഞ്ചി സഹായിക്കും. കൂടാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഇഞ്ചി. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇനി പ്രമേഹമുള്ളവരിൽ വണ്ണമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വളരെ നല്ലത് കൂടിയാണ് ഇഞ്ചി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് മഞ്ഞൾപ്പൊടി. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണമുള്ള ഘടകമാണ് മഞ്ഞളിലെ കുർക്കുമിൻ. ഇത് പ്രമേഹമുള്ളവരിൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് മഞ്ഞളിലെ കുർക്കുമിൻ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. ഒരു ചെറിയ കഷ്ണം സിലോൺ സിനമൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാർബോഹൈഡ്രേറ്റ് ദഹനവും ആഗിരണവും വളരെ പതുക്കെ നടക്കുന്നതിന് സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. കൂടാതെ ഇത് പ്രമേഹമുള്ളവരിൽ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യുന്നതിനും സ്ട്രെസ് കുറയ്ക്കുന്നതിനും സഹായിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അല്പം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വെള്ളം തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് അവസാനം മാത്രമേ ചേർക്കാവൂ, ഇപ്പോൾ ചേർക്കരുത്. ഈ വെള്ളം നന്നായി തിളപ്പിക്കണം. ഒരു ഗ്ലാസ് അര ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിക്കുക. വെള്ളം അര ഗ്ലാസ്സായി മാറിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹിമാലയൻ പിങ്ക് സാൾട്ടാണ്. ഒരു നുള്ള് പിങ്ക് സാൾട്ട് കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് പിങ്ക് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ധാരാളമുള്ളവയാണ്. കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ ഡ്രിങ്ക് കുടിക്കാവൂ. കാരണം ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. കുരുമുളക് പൊടിയും ഇഞ്ചിയും ചേർത്തത് കൊണ്ട് നല്ല സ്പൈസിയാണ്. ഇത് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. രാവിലെയാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാവൂ. ഇനി രാത്രിയാണ് നിങ്ങളിത് കുടിക്കുന്നതെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ തയ്യാറാക്കി കുടിക്കുക. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലെ വേദന, നീര് എന്നീ തുടങ്ങിയ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും തടിയുള്ളവരും ഒക്കെ നല്ലൊരു ഡയറ്റ് കൂടെ ഫോളോ ചെയ്യണം. ഡയറ്റിനോടൊപ്പമാണ് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്